Hello my dear students, welcome to Teacher at Home. Today class we are going to learn the second chapter, that is a gift of Chappals. Before you read, Mridu is a young girl growing up in Madras. മൃദു ഒരു ചെറിയ കുട്ടിയാണ്. എന്താണ്, മദ്രാസിലാണ് വളരുന്നത്. ഇപ്പോൾ അതിനെ പറയുന്നതാണ് ചെന്നൈ. With Tapi, her grandmother, Tata, her grandfather. One afternoon, Tapi takes her to her aunt Rukumami's house to meet her cousin ലാലി. അപ്പോൾ എന്താണ്, ഗ്രാൻഡ് മദർ എവിടേക്കാണ് കൊണ്ടുപോയ? ആൻറ്റിയുടെ വീട്ടിൽ അല്ലേ, റുക്കുമണീസിന്റെ വീട്ടിൽ പോയി കസിനെ കണ്ടു, ലാലി, രവി ആൻഡ് മീന. സ്മൈലിംഗ് റുക്കുമണി ത്രൂ ഓപ്പൺ ദ ഡോർ. ആൻറ്റി എന്ത് ചെയ്തു? ഡോറ് ഓപ്പൺ ചെയ്തു. ആൻഡ് മീന, രവി ആൻഡ് മീന റഷ്ഡ് ഔട്ട് ആൻഡ് രവി പുൾഡ് മൃദു ഇൻ ടു ദ ഹൗസ്. അവര് മൃദുവിനെ ഉള്ളിലേക്ക് വലിച്ചു. വെയിറ്റ്, ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. എൻ്റെ ചെരുപ്പൊന്ന് ഞാൻ ഊരട്ടെ, പ്രൊട്ടസ്റ്റഡ് മൃദു. ഷി സെറ്റ് ദം ഔട്ട് neatly near a pair of large black ones. Those were grey, actually with dust. Okay, എന്താണ്, ആകെ ചെളി പുരണ്ടിരിക്കുകയാണ്. You could see the clear mark of every toe on the front part of each slipper. അതായത് എല്ലാ വിരലുകളുടെയും അടയാളം ചെരുപ്പിൽ ശരിക്കും കാണുമായിരുന്നു. The marks of the two big toes were long and scrawny. അപ്പോൾ അതായത് ആ രണ്ട്, scrawny means thin, suggesting skinny toes. മെലിഞ്ഞ ടോസ് ഉള്ളവരുടെ അടയാളമാണ് അതിൽ കാണുന്നത്. മൃദു did not have much time to wonder about whose slippers they were. അവൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയമില്ല. ബിക്കോസ് രവി dragged her to the backyard. രവി അവളെ വലിച്ചുകൊണ്ടുപോയി. ബിഹൈൻഡ് എ thick bittery berry bush. ബെറി ചെടികളുടെ ഇടയിലേക്ക്, കൂട്ടത്തിലേക്കാണ് കൊണ്ടുപോയത്. There inside a torn football lined with sacking and filled with sacking അല്ലെ, ആൻഡ് ഫിൽഡ് വിത്ത് സാൻഡ്. അവിടെ ഒരു പഴയ ഫുട്ബോൾ ഉണ്ടായിരുന്നു. എന്താണ്, ആകെ ചളിയൊക്കെ പുരണ്ടിട്ട്, ഫിൽഡ് വിത്ത് സാൻഡ്, ലേ എ വെരി സ്മോൾ കിറ്റൺ. അവിടെയാണ് ഒരു ചെറിയ പൂച്ചക്കുട്ടി ഇരിക്കുന്നത്. ലാപ്പിംഗ് അപ്പ് മിൽക്ക് ഫ്രം എ കോക്കനട്ട് ഹാഫ് ഷെൽ. ഒരു ചിരട്ടയിൽ കുറച്ച് പാല് വെച്ചിരുന്നു, അതിരുന്ന് കുടിക്കുകയാണ്. വി ഫൗണ്ട് ഹിം ഔട്ട്സൈഡ് ദ ഗേറ്റ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് പുറത്ത് അവനെ ഞങ്ങൾ കണ്ടത്. ഹി വാസ് മ്യൂയിങ് ആൻഡ് മൂവിങ്, പ്യുവർ തിങ്. അവൻ എന്താണ്, ഇങ്ങനെ മിയോ മിയോന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെറ്റ് മീന, മീനയാണിത് പറഞ്ഞത്. ഇറ്റ്സ് എ സീക്രറ്റ്, ഒരു രഹസ്യമാണ്. അമ്മ സേസ് പാർട്ടി വിൽ ലീവ് ഫോർ അവർ പടുമാമാസ് ഹൗസ് ഇഫ് ഷീ നോസ് വി ഹാവ് എ കാറ്റ്. അതായത് ഇറ്റ്സ് എ സീക്രറ്റ്, അമ്മ സേസ് പാർട്ടി വിൽ ലീവ് ഫോർ അവർ അതായത് പാർട്ടി ഇവിടുന്ന് മാമയുടെ വീട്ടിലേക്ക് പോവും, ഇവിടെ ഒരു പൂച്ചയുണ്ടെന്ന് അറിഞ്ഞാൽ. പീപ്പിൾ ആർ ഓൾവേസ് ടെല്ലിങ് us to be kind to animals. എല്ലാവരും പറയുക മൃഗങ്ങളോട് കരുണ കാണിക്കണമെന്ന്. ബട്ട് വെൻ ദേ ആർ ദേ സ്ക്രീം. പക്ഷെ അവരുടെ അടുത്ത് വന്ന് അവർ നിലവിളിക്കും. ഓ ഡോണ്ട് ബ്രിങ് ദ ഡേർട്ടി ക്രീച്ചർ ഹിയർ. ഈ അഴുക്ക് വരണ്ട ജന്തുവിനെ ഇവിടെ കൊണ്ടുവരണ്ട. സെഡ് രവി. ഡു യു നോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ടു ഹാവ് എ ലിറ്റിൽ മിൽക്ക് ഫ്രം ദ കിച്ചൺ. എത്ര ബുദ്ധിമുട്ടാണ് കുറച്ച് പാല് അടുക്കളയിൽ നിന്ന് കൊണ്ടുവരുന്നത്. പാർട്ടി സോ മീ വിത്ത് എ ഗ്ലാസ് ഇൻ മൈ ഹാൻഡ് ജസ്റ്റ് നൗ. പാർട്ടി ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടു. ഐ ടോൾഡ് ഹെർ ഐ ആം വെരി ഹംഗ്രി. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട്. ഐ വാണ്ട് ടു ഡ്രിങ്ക് ഇറ്റ്, എനിക്കത് കുടിക്കണം. ബട്ട് ദ വേ ഷീ ലുക്ക്ഡ് അറ്റ് മീ ഐ ഹാഡ് ടു ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ്. ത്രോ ഹെർ ഓഫ് ദ സെൻറ്റ്. അതായത് അവർ നോക്കിയ രീതിക്ക് എനിക്കത് മൊത്തം കുടിക്കേണ്ടി വന്നു. കുറച്ച് മാത്രം ബാക്കി വെച്ചു. ദെൻ ഷീ വാണ്ടഡ് ദ ടംബ്ലർ ബാക്ക്. അവർക്ക് തിരിച്ച് ആ ഗ്ലാസ് വേണമായിരുന്നു. പാർട്ടി ഐ വിൽ വാഷ് ഇറ്റ് മൈസെൽഫ്. ഞാൻ തന്നെ കഴുകിക്കോളാം. വൈ ഷുഡ് ഐ പുട്ട് യു ടു ട്രബിൾ. എന്തിനാ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഐ ടോൾഡ് ഹെർ. പാർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ. ഓക്കെ, ഇൻ തമിഴ്. ത്രോ ഹെർ ഓഫ് ദ സെൻ മീൻസ് മിസ്ലെഡ് ഹെർ സോ ദാറ്റ് ഷീ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ പർപ്പസ്. ശരിക്കത്തെ കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല. പൊട്ടിയോ, നിങ്ങൾ എന്തിനാ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. ഐ ഹാവ് ടു റൺ ആൻഡ് പോർ ദ മിൽക്ക് ഇൻ ടു ദ കോക്കനട്ട് ഷെല്ല്. എനിക്ക് വേഗം ആ പാലും കൊണ്ട് ചിരട്ടയിൽ ഒഴിക്കേണ്ടി വന്നു. ആൻഡ് ദെൻ റൺ ബാക്ക് ആൻഡ് വാഷ് ദ ടംബ്ലർ. തിരിച്ചു പോന്നിട്ട് ടംബ്ലർ വാഷ് ചെയ്തിട്ട് പുട്ട് ഇറ്റ് ബാക്ക് ബിഫോർ ഷീ ഗോട്ട് റിയലി സസ്പീഷ്യസ്. തിരിച്ചവിടെ കൊണ്ടുവയ്ക്കേണ്ടി വന്നു. അവർക്ക് ആകാംക്ഷ വരുന്നതിന് മുമ്പ്, അവർക്ക് സംശയം വരുന്നതിന് മുമ്പ് തന്നെ എനിക്കത് തിരിച്ചു കൊണ്ട് വെക്കേണ്ടി വന്നു. നൗ വി ഹാവ് ടു തിങ്ക് ഓഫ് സം അതർ വേ ടു ഫീഡ് മഹീന്ദ്രൻ. ഇനി വേറെ ഏതെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കണം. മഹീന്ദ്രൻ, ദിസ് ലിറ്റിൽ കിറ്റീസ് നെയിം ഈസ് മഹീന്ദ്രൻ. ഈ പൂച്ചക്കുട്ടിയുടെ പേരാണ് മഹീന്ദ്രൻ. മിതു വാസ് ഇംപ്രസ്ഡ്. അവൾക്ക് ഇഷ്ടമായി. ഇറ്റ് വാസ് എ റിയൽ നെയിം.
ഇത് ശരിക്കത്തെ പേരാണല്ലോ. നോട്ട് ജസ്റ്റ് എ ക്യൂട്ട് കുട്ടി കാറ്റ് നെയിം. ഇതൊരു പൂച്ചയുടെ പേരല്ലേ, ഇതൊരാളുടെ പേരല്ലേ. ആക്ച്വലി ഹിസ് ഫുൾ നെയിം ഈസ് മഹേന്ദ്രവർമ്മ പല്ലവ പോനായി, MP പോനായി ഫോർ ഷോർട്ട് ഇഫ് യു ലൈക്ക്. ആക്ച്വലി പേരെന്താ? മഹേന്ദ്രവർമ്മ പല്ലവ പോനായി. MP എന്ന് പോനായി എന്നുള്ളത് ഷോർട്ടായിട്ട് പറയുന്നു. ഹിസ് എ ഫൈൻ ബ്രീഡ് ഓഫ് കാറ്റ്. നല്ല ടൈപ്പ് പൂച്ചയാണത്. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിസ് ഫേഴ്സ്. എൻ്റെ രോമം തന്നെ നോക്കൂ. ലൈക്ക് എ ലയൺസ് മെയിൻ. സിംഹത്തിന്റെ പൂട പോലെ തന്നെ ഉണ്ട്. ആൻഡ് യു നോ വാട്ട് ദി എംബ്ലം ഓഫ് ദി ഏൻഷ്യൻ പല്ലവ കിങ്സ് വാസ്, ഡോണ്ട് യു? പല്ലവ രാജാക്കന്മാരുടെ എംബ്ലം കണ്ടിട്ടുണ്ടോ? ഹി ലുക്ക്ഡ് എക്സ്പെക്റ്റഡ്ലി അറ്റ് മൃദു. മൃദുവിനെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കി. മൃദു ഗിഗിൾഡ്. മൃദു ചിരിച്ചു. തിങ്ക് ഐ ആം ജോക്കിംഗ്? വെൽ ജസ്റ്റ് വെയിറ്റ്. ഞാൻ തമാശ പറയാന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യും. ഐ ഷോ യു സം ടൈം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇറ്റ്സ് ക്ലിയർ യു ഡോണ്ട് നോ എ തിങ് അബൌട്ട് ഹിസ്റ്ററി. നിനക്ക് എന്താണ് ചരിത്രത്തെ കുറിച്ച് അറിയില്ല. ഐ ഹാവ് ബീൻ ടു മഹാബലിപുരം. ഹാവ് യു? ഞാൻ മഹാബലിപുരത്തേക്ക് പോയിരുന്നില്ലേ? ഹി സെഡ് മിസ്റ്റീരിയസ്ലി. അവൻ അവളോട് പറഞ്ഞു. വെൽ, when our class went to Mahabalipuram, I saw a statue of this tatas, etc. Tera. Fact is, Mahendran here is descendant from the very same ancient cat, a close relative, scientifically speaking, of none other than the lion. അതായത് ലയന്റെ ആൻസിസ്ട്രൽ ക്യാരക്ടർ ആണ് അത്. ഏത്? ഈ കാറ്റ് എന്നുള്ളതാണ് പറയുന്നത്. പല്ലവ ലയൺ, എംബ്ലം ഓഫ് പല്ലവ ഡൈനാസ്റ്റി. രവി വെന്റ് ഓൺ വാക്കിംഗ് അറൌണ്ട് ദ ബിറ്റർ ബെറി ബുഷ്. അവൻ തിരിച്ച് ആ ബുഷിന്റെ ഇടയിലേക്ക്, ബെറി ബുഷിന്റെ ഇടയിലേക്ക് തന്നെ പോയി. വേവിംഗ് എ ടിഗ് അപ്പ് ആൻഡ് ഡൗൺ, ഹിസ് ഐസ് സ്പാർക്ലിംഗ്. ദിസ് കാറ്റ് ഇസ് എ ഡിസെൻഡന്റ് ഓഫ് നൺ അതർ ദാൻ മഹാബലിപുരം ഋഷി കാറ്റ്. അപ്പൊ ഈ പൂച്ച എന്ന് പറയുന്നത് ആരുടെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? മഹാബലിപുരം ഋഷി കാറ്റിന്റെ വംശത്തിൽപ്പെട്ടതാണ്. ആൻഡ് ഇഫ് ഐ മേ ജസ്റ്റ് റിമൈൻഡ് യു, ദേ വർഷിപ്ഡ് കാറ്റ്സ് ഇൻ ഈജിപ്റ്റ്. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. പൂച്ചകളെ ഈജിപ്തില് ആദരിച്ചിരുന്നു. ഹൗ ഹി ലവ്ഡ് ദ സൗണ്ട് ഓഫ് ഹിസ് ഓൺ വോയിസ്. മീന ആൻഡ് മൃദു എക്സ്ചേഞ്ച് ലുക്സ്. അതായത് അവർ ഈ സൗണ്ട് ആസ്വദിച്ചിട്ടിരിക്കുകയാണ്. വാട്ട് ഡസ് ദാറ്റ് ഹാവ് ടു ഡു വിത്ത് എനിത്തിങ്? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? മൃദു ഡിമാൻഡഡ്. ഹഗ്, ഐ ആം ടെല്ലിങ് യു ദിസ് കാറ്റ് ഇസ് ഡിസെൻഡന്റ്. ഇതൊരു പാരമ്പര്യ പൂച്ചയാണ്. From the Egyptian cat dog, no goddess, basket. Yeah, that's it. Bastard, that is. So, well, one of the descendants of the cat goddess was a stowaway in one of the Pallava ships. In Pallava ships, and his descendant was the Mahabalipuram Rishi cat, whose descendant is. Ravi flourished his string at Mahendran. MP Pune here, foof, yes. He screamed, very pleased with himself. Mahendra looked up, alarmed. He had just been sharpening his claws on the edge of the coconut shell. അപ്പൊ മഹേന്ദ്ര എന്ന് പറയുന്നത് ആരാണ്? പൂച്ചയാണ് അല്ലെ. അത് അതിന്റെ എന്താണ് ക്ലോസ്, പല്ലൊക്കെ ഒന്ന് ഷാർപ്പാക്കിയാണ്, ആ ചിരട്ടയിൽ വെച്ച് ഷാർപ്പാക്കിയാണ്. But worse than Ravi's awful woof was a creature from the window. What a weird sound. എന്തൊരു ശബ്ദമാണിത്. If Mridu was startled, MP Pune was frightened out his wits. മൃദു ഒന്ന് സ്ട്രേഞ്ച് ഓർ അൺയൂഷ്വൽ തിങ്. മൃദു ഒന്ന് ബഹളം വെച്ചപ്പോ എന്താണ്? പൂനെ ആകെ വിറച്ചു അല്ലെ. ഹെയർ സ്റ്റാൻഡിങ് ഓൺ എൻഡ്. രോമൊക്കെ എണീറ്റ് നിൽക്കുകയാണ്. ഹി ബൗൺസ്ഡ് അപ്പ് ആൻഡ് സ്കറിഡ് ടുവേർഡ്സ് എ ബാംബൂ ട്രേ ഓഫ് റെഡ് ചില്ലീസ്. പച്ചമുളക് ചെടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ബാംബൂ ട്രേ ഓഫ് റെഡ് ചില്ലീസ് ടുവേർഡ്സ്. പച്ചമുളക് ഒരു മുറത്തിൽ വെച്ചിട്ട് അതിലേക്ക് പോവാണ്. ദാറ്റ് ഹാഡ് ബീൻ സെറ്റ് ഔട്ട് ടു ഡ്രൈ. ഇത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മുളകിന്റെ അടുത്തേക്ക് പോയി. ട്രൈങ് ടു ഹൈഡ് ബിനീത്ത് ഇറ്റ്, ഹി ടിപ്ഡ് എ ഫ്യൂ പില്ലീസ് ഓവർ ഹിംസെൽഫ്. അതിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തായി? കുറച്ച് പച്ചമുളക് അതിന്റെ മേലത്തേക്ക് വേണം. മിയോ, ഹി ഹൗൾഡ് മിസറബിളി. നിലവിളിച്ചു. The creaking went on and on. What's that noise? said Mridu. മൃദു ചോദിച്ചു, എന്താ ഒച്ച? That's Lally is learning to play the Lally. എന്താണ്? വയലിൻ പഠിക്കാൻ ശ്രമിക്കുകയാണ്. Grunted Ravi. She'll never learn a thing. അവൾ ഒരിക്കലും ഇത് പഠിക്കില്ല. The music master just goes on playing like a train whizzing on and on. ആ മ്യൂസിക് മാസ്റ്റർ ഒരു ട്രെയിന് പോലെ വെറുതെ പാടിക്കൊണ്ടിരിക്കുകയാണ്, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. While Lily is all that time
derailing. അവൾ എല്ലാ പ്രാവശ്യവും ഇത് വലിച്ചുകൊണ്ട് നടക്കുകയാണ്, ഗോയിങ് കംപ്ലീറ്റ്ലി ഓഫ് ട്രക്ക്. അതായത് അവൾ അതിന്റെ മീതേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മൃദു crept up to the window. അവൾ ജനലിലേക്ക് നോക്കി. ലെലി വാസ് സെറ്റിംഗ് ഓൺ എ ഷോർട്ട് ഡിസ്റ്റൻസ് അവേ. ലെലി കുറച്ച് അകലെ ഇരിക്കുന്നുണ്ട്. awkwardly holding her violin. അവളുടെ വയലിൻ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ബോ സ്ട്രിങ്, അതിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. her elbows gutting out and her eyes gazed with concentration. അതായത് അവൾ ആ മ്യൂസിക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. in front of her with most of his back to the window was the bony figure of music master. അപ്പോഴാണ് ആരവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്? മ്യൂസിക് മാസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. he had a mostly bald head. കഷണ്ടിയാണ്. with a fringe of oiled black hair falling. എണ്ണ നല്ലോണം പരട്ടിയ മുടിയ around his ears. and an old fashioned tuff. പഴയ കാലത്ത് ഫാഷനിലാണ് ഇതാക്കിയിരിക്കുന്നത്. a gold chain gleamed around his leathery neck. അപ്പോൾ കഴുത്തിൽ എന്താണ്? ഒരു ചെയിൻ ഇട്ടുണ്ട്. ഡയമണ്ട് റിംഗ് glittered on his hand. ഒരു മോതിരം ഇട്ടുണ്ട്, ഡയമണ്ട് മോതിരം ഇട്ടുണ്ട്. as it giggled up and down the stem of the, അത് ഈ വയലിനെ തട്ടി തട്ടി മീൻസ് പ്ലേ ചെയ്യുമ്പോൾ ഇത് ഷൈൻ ചെയ്യുന്നുണ്ട്. a large foot stuck out from beneath the gold bordered vestiaire and he was beating time on the floor with a square big toe. അപ്പോൾ large foot struck from the beneath of the gold bordered, ഒരു വലിയൊരു എന്താണ് ഫൂട്ട് സ്ട്രക്ക് അല്ലെ, വലിയൊരു ശബ്ദം നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റി. he played a few notes. കുറച്ചധികം വായിച്ചു അദ്ദേഹം. ലെലി stumbled behind him on the violin. ലെലി സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. which looked quite helpless. quite helpless means അവൾക്ക് സഹായിക്കാനില്ലാത്ത പോലെ. and unhappy in her hands. this violin she was not happy. what a difference. എന്തൊരു വ്യത്യാസം. the music master notes seemed to float up and settle perfectly into the music master notes seemed to float up and settle perfectly into the invisible tracks of the melody. it was like the wheels of the train fitting smoothly into the rails. അതായത് ഈ ട്രെയിനിന്റെ വീൽസ് വന്നിട്ട് കറക്റ്റ് ആയിട്ട് ഏത് റെയിലിൽ കൂടിയിട്ടാണോ പാസ് ചെയ്യുന്നത്. and whizzing along as Ravi said. മൃദു stared at that huge beeringed hand moving effortlessly up the iron violin stem, making lovely music. stared at അവൾക്ക് ആകെ ഷിവറിംഗ് ആയിട്ടിരിക്കുകയാണ് അല്ലെ, പേടിച്ചിട്ടാണ് അവളത് വായിക്കുന്നത്. സ്വാക്, that was Lily's derailing again. സൗണ്ട് ആരുടെ ആയിരുന്നു? ലാലിയുടെ ആയിരുന്നു. അമ്മ came a wail from the gate. അമ്മ, ഓ രവി sent the beggar away. came a wail from the gate. അപ്പോൾ ഗേറ്റിൽ നിന്ന് ഒരൊച്ച കേൾക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട്. വിഷക്കാരായിരുന്നു. said the beggar away. അവൻ അവരെ വിഷക്കാരനെ പറഞ്ഞയച്ചു. cried his mother from the back veranda where she was chatting with Tapi. അപ്പൊ അമ്മ ആരോട് സംസാരിക്കുന്നത്? ഗ്രാൻഡ്മദറോട്. he has been coming here every day for the past week. എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. this time he found another house to beg from. വേറെ ഒരു വീട് അദ്ദേഹം കണ്ടുപിടിക്കുന്നില്ല. പാട്ടി explained to Tapi. മൃദു and മീന followed Ravi out. മൃദു മീനയും രവിനെ ഫോളോ ചെയ്തു. the beggar was already in the garden. അയാൾ ആ പൂന്തോട്ടത്തിലുണ്ടായിരുന്നു. making himself quite at home. he had spread his upper cloth under the neem tree. അപ്പൊ അയാളുടെ മേൽമുണ്ട എവിടെയാ? ആ വേപ്പ് മരത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. and was leaning against his trunk. apparently appeared prepared to take a little snooze when he waited the arms to appear. go away, said Ravi sternly. my party says it's time you found another house to beg from. അപ്പൊ എന്റെ പാർട്ടി എന്താ പറഞ്ഞ? ഇനി വേറെ ഏതെങ്കിലും വീട് കണ്ടുപിടിക്കുക, ഈ വീട്ടിലേക്ക് ഇനി വരണ്ട. the beggar opened his eyes every wide and gazed at each of the children one by one. beggar ഓരോ കുട്ടികളെയും തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ladies of this house, he said. ഈ വീട്ടിലത്തെ സ്ത്രീകളാണോ? at last in a voice choked with feeling. are very kind souls. നല്ലവരാണ്. I have kept my body and soul together on their generosity for a whole week. എന്താണ് എൻ്റെ ശരീരവും ആത്മാവ് ഈ വീട്ടിലേക്ക് വേണ്ടി തന്നെ ഒരാഴ്ചയോളം ഞാൻ വെക്കുന്നുണ്ടായിരുന്നു. I cannot believe that they would turn me away. അപ്പൊ ഞാൻ ഈ വീട്ടുകാരെ നല്ലോണം സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവരെന്നെ ഓടിക്കില്ല. he raised his voice. അമ്മ, oh sad his wail might be, but it certainly wasn't feeble. പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷെ അദ്ദേഹം അത്ര വീക്കല്ല. it began in a deep, നല്ല ഒച്ചയില്.
Strong rumble somewhere in the withered belly and came booming out his mouth with its remaining teeth stained brown with beetle chewing. അതായത് പല്ലൊക്കെ കറ പിടിച്ചിരിക്കുന്നുണ്ട്. രവി ടെൽ ഹിം there's nothing left in the kitchen, said രുക്കുമണി. അപ്പൊ അവൻ പറയുകയാണ് അടുക്കളയിൽ ഒന്നും തന്നെ ബാക്കിയില്ല. And he's not up to come again. Tell him that. ഇനി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. She sounded fed up. അപ്പൊ അവർക്ക് ദേഷ്യം വന്നിട്ടായി പറയുന്നത്. രവി did not have to repeat it all to the beggar. അവനിതൊക്കെ ബെഗറോട് വിളിച്ചു പറയണമെന്നില്ല. What his mother said had been easy for them all to hear. പക്ഷെ അമ്മ പറഞ്ഞ തന്നെ ഇവർക്കൊക്കെ കേൾക്കാൻ പറ്റും. There under the neem tree. എന്താണ് വേപ്പ് മരത്തിന്റെ ചോട്ടിലാണ് അവർ ഇരിക്കുന്നത്. Beggar sat up and signed. I'll go, he said wearily. അപ്പൊ അയാൾ എണീറ്റ് ഇതൊക്കെ കേട്ടപ്പോൾ അയാൾ എന്ത് പറഞ്ഞു? ഞാൻ പോവാം. Let me have a rest under the tree. ഞാൻ ഇത് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചോട്ടെ. Sun is too hot. ഇവിടെ നല്ല ചൂടാണ്. The tar has melted on the road. റോട്ടിലും നല്ല അതായത് ടാറും നല്ല എന്താണ് തിളച്ച് മറിയുകയാണ്. My feet are already blistered. എൻ്റെ കാലാകെ വിണ്ടുകീറിയിരിക്കുകയാണ്. He stretched out his feet to show large pink peeling blisters on the sole of his bare feet. ചെരുപ്പില്ലാത്ത കാലാണ്. അപ്പൊ അതെന്താണ് ഒക്കെ വിണ്ട് കയറി പിളർന്നിരിക്കുകയാണ്. ഐ സപ്പോസ് ഹി ഡസൻ ഹാവ് ദ മണി ടു ബൈ ചപ്പൽസ്. അയാൾക്ക് വേണമെങ്കിൽ ചപ്പൽ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. മൃദു വിസ്പർ ടു മീന രവി, ഹാവ് യു ഗോട്ട് ആൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവേർ? I don't know, said Ravi. Mine are too small to fit his feet. എനിക്കറിയില്ല, എൻ്റെ ചെരുപ്പൊക്കെ ചെറുതാണ്. I would have given them to him. And his feet were larger than Mridhu's and Meena's. പക്ഷെ അയാളുടെ കാലാണെങ്കിൽ മൃദുവിനെയും മീനേനെ കാട്ടിയും വലുതാണ്. The beggar was shaking out his upper cloth and tightening his dhoti. അയാളുടെ മേൽമുണ്ട് എടുത്തു, പിന്നെന്താണ് ധോത്തി ടൈറ്റ് ചെയ്യാണ്. He raised his eyes and looked fearfully at the road. അയാള് കണ്ണ് മുകളിലേക്കായിട്ട് റോഡിലേക്ക് നോക്കുകയാണ്. Gleaming in the afternoon heat. ഉച്ച വെയിലാണ്. He needs something on his feet. കാലിൽ എന്തെങ്കിലും ധരിക്കാൻ വേണം. Meena said, her big eyes filling. അവൾക്ക് വിഷമം വരുന്നുണ്ട്. It's not fair. ഇത് നല്ലതല്ല. Shh, said Ravi. I'm thinking about it. Blubbering, it's not fair. Isn't going to help. In 2 times he will be frying his feet on the road. 2 മിനിറ്റിനുള്ളിൽ അയാളുടെ കാല് ചുട്ടുപഴുക്കാൻ തുടങ്ങും. What he needs is a pair of chappal. 2 പെയർ ചപ്പലാണ് അയാൾക്ക് ആവശ്യം. So where do we get them? എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? Come, let's search the house. നമുക്ക് വീട്ടിലൊന്ന് തിരയാം. He pushed Mridhu and Meena into the house. അയാള് മൃദുവിനെയും മീനാനെയും വീട്ടിലേക്ക് തള്ളി. Just as he stepped into the veranda, Mridhu's eye fell on the old looking chappals. അപ്പൊ വരാന്തയിലേക്ക് കയറിയപ്പോഴാണ് ആ പഴയ ചപ്പലിലേക്ക് അവളുടെ കണ്ണ് പോയത്. She had noticed when she arrived. അവൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അത് വാച്ച് ചെയ്തതാണ്. Ravi, she whispered to him, whose are those? ഇത് ആരുടെയാണ്? Ravi turned and glanced at the shabby looking but sturdy old chappals. അപ്പോഴാണ് അവൻ ആ മുഷിഞ്ഞ ചപ്പലിലേക്ക് ശ്രദ്ധ തിരിച്ചത്. He beamed and nodded. എന്നിട്ട് തലയാട്ടി. They are just the right size. അത് ശരിക്കും പാകമാവും അയാൾക്ക്. He said, picking them up. Mridhu and Meena followed him nervously back into the window. അപ്പൊ ഇത് കയ്യിലെടുത്തിട്ട് അയാളെ പിന്തുടർന്നു. Here, said Ravi to the beggar, dropping the slippers in front of the old man. രവി ബെഗറുടെ മുമ്പിൽ കൊണ്ടിട്ട് ആ സ്ലിപ്പർ ഇട്ടിട്ട് പറഞ്ഞു, wear this and don't come back. ഇത് ധരിച്ചോളൂ, എന്നിട്ട് തിരിച്ചു വരണ്ട. The beggar stared at the slippers, hurriedly flung his towel over his shoulders, pushed his feet into them and left. Beggar എന്താണ് ആ ചെരുപ്പിലേക്ക് നോക്കി, എന്നിട്ട് ടവൽ എടുത്തിട്ട് എന്ത് ചെയ്തു? ടവല് ഷോൾഡറിന് എടുത്തിട്ട് പുഷ് ഹിസ് ഫീറ്റ്, അയാളുടെ കാല് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ, ആൻഡ് ലെഫ്റ്റ്, എന്നിട്ട് പോയി. Muttering a blessing to the children. എന്നിട്ട് കുട്ടികളെ അനുഗ്രഹിച്ചു. In a minute he had vanished. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ അയാൾ പ്രദക്ഷിണമായി around the corner of the street. The music master came out of the house and took an unappreciated look at the 3 of them sitting quietly under the tree. The music master വീട്ടിൽ നിന്ന് വന്നു. എന്നിട്ട് എന്താണ് അവ 3 പേരിലേക്കും ശ്രദ്ധ തിരിച്ചു. Playing marbles, ഗോട്ടി കളിക്കുകയാണ്. Then he searched for his chappals in the veranda. എന്നിട്ട് വരാന്തയിലുള്ള ചപ്പൽസിനെ അന്വേഷിച്ചു. Where he had put them. എവിടെയാണ് വെച്ചത് അവിടെയാണ് അന്വേഷിക്കുന്നത്. Lali, he called after a few minutes. She hurried up to him. ലാലിനെ വിളിച്ചു. Have you seen my chappals? എൻ്റെ ചെരുപ്പ് കണ്ടോ? My dear,
I am remembering having kept them here. ഞാൻ ചിന്തിക്കുക അത് ഇവിടെയാണ് ഞാൻ വെച്ചത് എന്നാണ്. രവി, മൃദു and Meena silently watched Lily and the music master search every corner of the veranda. അവർ ആ ഭാഗമൊക്കെ തിരയണത് രവിയും മൃദു മീന നോക്കിക്കൊണ്ടിരുന്നു. He scurried around, looking over the railing and crouching near the flower pots to look between them. Brand new they were. I went all the way to Mount Road to buy them. അത് പുതിയ ബ്രാൻഡാണ്, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൗണ്ട് റോഡ് മൊത്തം കറങ്ങിയതാണ്. He went on saying, they cost a whole month's fees. Do you know? അത് ഒരു മാസത്തെ ഫീസിന്റെ അത്ര വിലയുണ്ടത്. Soon Lali went to tell her mother. Rukkumani appeared looking harassed, were party following her. അപ്പോൾ ലല്ലി എന്താണ് വേഗം അമ്മയടുത്ത് പറയാൻ പോയി. അപ്പോൾ റുക്കുമാമി അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അല്ലേ, ലുക്കിംഗ് ഹറാസ്ഡ് വിത്ത് പാർട്ടിയും അവരെ പിന്തുടർന്നു. വേർ കുഡ് ദേ ബി, അത് എവിടെയായിരിക്കും? ഇറ്റ്സ് റിയലി ക്വൈറ്റ് അപ്സെറ്റിംഗ് ടു തിങ്ക് ദാറ്റ് സംവൺ മൈറ്റ് ഹാവ് സ്റ്റോളൻ ദം. ഇതാരെങ്കിലും കട്ടതാവും. സോ മെനി വെൻഡേഴ്സ് കം ടു ദ ഡോർ. കുറേ പേര് ഇവിടെ വരാറുണ്ടല്ലോ. വറീഡ് പാർട്ടിക്ക് സങ്കടം വന്നു. റുക്കുമണി കോട്ട് സൈറ്റ് ഓഫ് രവി, മൃദു ആൻഡ് സിറ്റിംഗ് അണ്ടർ ദേ. അപ്പോഴാണ് റുക്കുമണിക്ക് എന്താണ് ഈ രവിയും മൃദുവും മരത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടത്. ഹാവ് യു ചിൽഡ്രൻ, ഷീ ബിഗാൻ, ആൻഡ് ദെൻ സീയിങ് ദേ വർ ക്യൂരിയസ്ലി ക്വൈറ്റ് വെന്റ് ഓൺ സ്ലോലി. സീൻ എനിവൺ ലർക്കിംഗ് അറൌണ്ട് ദ വരാന്ത. ഈ വരാന്തയുടെ അടുത്ത് ആരെങ്കിലും നിന്ന് തിരിയുന്നതായിട്ട് കണ്ടോ? ക്വൈറ്റ്ലി. എ ഷാർപ്പ് വി ഷേപ്ഡ് ലൈൻ ഹാസ് ഫോംഡ് ബിറ്റ്വീൻ ഹെർ ഐബ്രോസ്. Another straight, tighter one appeared in place of her usually soft, pleasant mouth. Rukkumani was angry, thought Mridu with a shiver. She wouldn't be so upset if she knew that the poor beggar with a sore on his feet, she tried to tell herself. Taking a deep breath, she cried, Rukkumani, there was a beggar here. Poor thing, he had such boils on his feet. അപ്പോൾ അവളൊന്ന് ശ്വാസം വലിച്ചിട്ട് അവൾ പറഞ്ഞു, റുക്കുമാണി, ഇവിടെ ഒരു ബെഗർ ഉണ്ടായിരുന്നു, വിഷക്കാരനുണ്ടായിരുന്നു, അവളുടെ കാലാണെങ്കിൽ ചുറ്റു പഴുക്കുന്നുണ്ടായിരുന്നു. സോ സെഡ് റുക്കുമാണി ഗ്രിംലി. അതിനെന്താ? ടേണിംഗ് ടു രവി, യു ഗേവ് ദ മ്യൂസിക് മാസ്റ്റേഴ്സ് ചപ്പൽസ് ടു ദ ഓൾഡ് ബെഗർ ഹൂ ടേൺസ് അപ്പ്. അപ്പോൾ രവിയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അവനാണ് മ്യൂസിക് മാസ്റ്ററുടെ ചെരുപ്പ് ആ ഓൾഡ് ബെഗറിന് കൊടുത്തത്. ചിൽഡ്രൻ ദിസ് ഡേ ഇസ് ഗ്രോണ്ട് പാർട്ടി. അപ്പം കുട്ടികൾ ഈ കാലത്ത് പാർട്ടിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, അമ്മ ഡിഡിൻ യു ടെൽ മീ അബൌട്ട് കർണ ഹു ഗേവ് അവേ എവറിത്തിങ് ഹി ഹാഡ്. അപ്പോൾ അവൻ പറയുകയാണ്, കർണൻ കയ്യിലുള്ളത് എല്ലാം കൊടുത്തു എന്ന് അമ്മ പറയാറില്ലേ? ഹിസ് ഗോൾഡ് ഇയറിങ്സ്, ഹി വാസ് സോ കൈൻഡ് ആൻഡ് ജനറസ്. കയ്യിൽ പിന്നെന്താണ്, കമ്മൽ ഊരിക്കൊടുത്തു, അത്രയും നല്ല മനസ്സുള്ള ആളായിരുന്നു. ആൻഡ് ജനറസ്. സില്ലി സ്നാപ്ഡ് റുക്കുമാണി. ഇത് കേട്ടപ്പോൾ റുക്കുമാണിക്ക് ദേഷ്യം വന്നു. കർണ ഡിഡിൻ ഗേവ് അവേ അതർ പീപ്പിൾ തിങ്. കർണ മറ്റുള്ള ആൾക്കാരുടെ സാധനങ്ങളല്ല കൊടുത്തത്. ഹി ഗേവ് അവേ ഹിസ് ഓൺ. സ്വന്തം സാധനങ്ങളാണ് കർണൻ കൊടുത്തത്. ബട്ട് മൈ ചപ്പൽസ് വുഡിൻ ഹാവ് ഫിറ്റഡ് ദ ബെഗേഴ്സ് ഫീറ്റ്. എൻ്റെ ചപ്പല് അയാളുടെ കാലിലേക്ക് കൊള്ളില്ല. രവി റഷ്ഡ് ബ്രാഷ്ലി ഓൺ. ആൻഡ് അമ്മ, ഇഫ് ഡിഡിൻ ഫിറ്റ് വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്. അത് ഫിറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യോ? രവി സെഡ് റുക്കുമാണി, വെരി ആംഗ്രി നൗ, ഗോ ഇൻസൈഡ് ദിസ് മിനിറ്റ്. ഈ നിമിഷം തന്നെ അകത്തേക്ക് പോകും. ഷി ഹറിഡ് ഇൻഡോസ് ആൻഡ് ബ്രോട്ട് ഔട്ട് ഗോപു മാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽസ്. ആൻഡ് അവർ ഉള്ളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? ഗോപു മാമയുടെ പുതിയ ചപ്പൽ കൊണ്ടുവന്നു. ദിസ് ഷുഡ് ഫിറ്റ് യു സർ. ഇത് സാറിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തികയായിരിക്കും. പ്ലീസ് പുട്ട് ദിസ് ഓൺ. ഇത് ധരിച്ചോളൂ. ഐ എം സോ സോറി, മൈ സൺ ഹാവ് ബീൻ വെരി നോട്ടി. എൻ്റെ മകൻ്റെ വികൃതി കാരണം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. The music teacher's eyes lit up. He put them on, trying not to look too happy. അത് ധരിച്ചെങ്കിലും അദ്ദേഹത്തിന് അത്ര സന്തോഷമില്ല. Well, I suppose this will have to. These days children have no respect for elders. ഈ കാലത്ത് കുട്ടികൾക്ക് മുതിർന്നവരോട് യാതൊരു സ്നേഹവുമില്ല. What to do? എന്ത് ചെയ്യാൻ? A Hanuman incarnate. Only Rama can save such a naughty fellow. ഹനുമാന്റെ പോലെയാണ് ഇവര്. രാമന് മാത്രമേ ഇവരെ സഹായിക്കാൻ പറ്റുള്ളൂ. റുക്കുമാമീസ് ഐസ് ഫ്ലാഷ്ഡ്. ഷി ഡിഡ്ന്റ് സീം ടു ലൈക്ക് രവി ബീയിങ് കോൾഡ് എ മങ്കി. റുക്കുമാണീസ് ഐസ് ഫ്ലാഷ്ഡ്. റുക്കുമാണിക്ക് ദേഷ്യം വന്നു അല്ലേ? കാരണം അവർക്ക് എന്താണ് രവിനെ മങ്കി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. ഇവനെ ഹോളി മങ്കി. ഷി സ്റ്റുഡ് സ്റ്റിഫ് ആൻഡ് സ്ട്രൈറ്റ് ബൈ ദ ഫ്രണ്ട് ഡോർ. ഇറ്റ് വാസ് ക്ലിയർ ഷി വാണ്ടഡ് ഹിം ടു ലീവ് ക്വിക്ക്ലി. അതായത് ആ മ്യൂസിക് മാസ്റ്റർ പെട്ടെന്ന് തന്നെ ഇവിടെ പോകണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. വെൻ ഹി ഹാഡ് clattered off in his new chapels, she said, Mridu, come in and have some tiffin. മൃദു അകത്തേക്ക് വരും, എന്തെങ്കിലും കഴിക്കുക.
Honestly, how do you children think of such things? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? Thank God your Gobu Mama doesn't wear his chappals to work. Gobu Mama ഇന്ന് ചപ്പൽ ധരിക്കാത്ത ഭാഗ്യായി. As she walked towards the kitchen, Mridu and Meena, she suddenly began to laugh. But is always in such a hurry to throw off his shoes and socks to get into his chapel as soon as he comes home. അതായത് ഷൂവും സോക്സ് ഒക്കെ ഊരിയിട്ടിട്ട് ചപ്പല് ഇടാൻ വേണ്ടിയിട്ടാണ് തിരക്ക് കൂട്ടുക. വാട്ട്സ് യുവർ മാമ ഗോയിങ് ടു സേ ദാറ്റ് ഈവനിങ് വെൻ ഐ ടെൽ ഹിം, ഇന്ന് മാമ എന്താവും പറയുക വൈകുന്നേരം? എന്താണ്, ഞാൻ ആ മ്യൂസിക് മാസ്റ്ററിന് ചപ്പൽ കൊടുത്തു എന്ന് അറിഞ്ഞാൽ എന്താണാവോ പറയുന്നത്? വാസന്തി സൂര്യ is the author of this lesson. It is from Mridu in Madras. Guruchaga turns up. Okay, this lesson is very interesting. It's about the playthings that is being done by the three children. Next topic is the poem Rebel. Do you know anyone who always disagrees with you or your friends or likes to be opposite to everyone thinks they should do? Think of a word to describe such a person. Discuss with your partner some of the things such a person generally does. Now read the poem. When everybody has short hair, the rebel let his hair grow long. എല്ലാവർക്കും ചെറിയ മുടിയായിരുന്നപ്പോൾ റിബൽ എന്ത് ചെയ്തു? അവൻ്റെ മുടി നീളത്തിൽ വളർത്തി. When everybody has long hair, the rebel cut his hair short. എല്ലാവർക്കും നീളത്തിൽ മുടിയായപ്പോഴോ റിബൽ വന്നിട്ട് ഹെയർ കട്ട് ചെയ്തു. When everybody talks during the lesson, the rebel doesn't say a word. എല്ലാവരും പാഠം എടുക്കുന്ന സമയത്ത് വർത്തമാനം പറയുമ്പോൾ റിബൽ ഒരു അക്ഷരം പോലും പറയില്ല. When nobody talks during the lesson, rebel creates a disturbance. ആരും എന്താണ് വർത്തമാനം പറയാതെ ഇരിക്കുമ്പോൾ റിബല് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. When everybody wears a uniform, rebel dresses in fantastic. That is the opposite one. എല്ലാവരും യൂണിഫോം ധരിക്കുമ്പോൾ റിബൽ എന്ത് ചെയ്യും? ഫാന്റാസ്റ്റിക് ക്ലോത്ത്സ് ധരിക്കും. When everybody wears fantastic clothes, the rebel dresses soberly. എല്ലാവരും ഫാന്റാസ്റ്റിക് ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ റിബൽ മുഷിഞ്ഞ ഡ്രസ്സ് ധരിക്കും. In the company of dog lovers, the rebel expresses a preference for cats. The company of cat lovers, dog lovers, എല്ലാവരും dog lover ആവുമ്പോൾ റിബൽ cat lover ആവും. എല്ലാവരും cat lover ആവുമ്പോൾ റിബൽ എന്താവും? Good word for dogs. When everybody is praising the sun, rebel remarks on the need for rain. എല്ലാവരും സൂര്യനെ പ്രശംസിപ്പിക്കുമ്പോൾ റിബൽ വന്നിട്ട് എന്താണ്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Everybody is greeting the rain. The rebel regrets the absence of sun. എല്ലാവരും മഴയിലെ പ്രശംസിക്കുമ്പോൾ റിബൽക്ക് സൂര്യൻ്റെ ചൂടില്ലാത്തതിൽ വിഷമാവും. Everybody goes to the meeting. Rebel stays. എല്ലാവരും മീറ്റിങ്ങിന് പോകുമ്പോൾ റിബൽ എന്ത് ചെയ്യും? Stays at home and read a book. വീട്ടിലിരുന്ന് ബുക്ക് വായിക്കും. When everybody stays at home and read a book, the rebel goes to meeting. ഇനി തിരിച്ച് എല്ലാവരും വീട്ടിലിരുന്ന് ബുക്ക് വായിക്കുമ്പോൾ റിബൽ മീറ്റിങ്ങിന് പോകും. Everybody says yes please. റിബൽ എന്ത് പറയുക? No thank you. Everybody says no thank you. Rebel says yes please. Okay. It is very good that we have rebels. റിബൽ ഉള്ളത് നമ്മുടെ ഒരു നല്ലതാണ്. You may not find it very good to be one. എപ്പോഴും നമുക്കത് ഫേവർ ആയിരിക്കില്ല. DJ Android is the author of this point. So we have finished this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.